ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഹിമാചൽ പ്രദേശിലെ ബഡ്ഡി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ രാവിലെ ഇവിടെ വന്ന് കിടന്ന് ഒരു പമ്പിൻ്റെ സൈഡാണ്. ഇപ്പോൾ എണീച്ച് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഗസ്റ്റുണ്ട്, ഗസ്റ്റല്ല, നമുക്കൊരു ട്രാവൽ പാർട്ട്ണറുണ്ട്. നമ്മുടെ ട്രാവൽ വിത്ത് അബ്ദുക്ക എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിലെ വെച്ചാണ്. അവിടെ അവിടെ അടുത്തുണ്ട്, ആളിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കിങ്ങിനുള്ള സമയം കിട്ടിയുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നേരെ മണാലി ഗൈസ്. അപ്പോൾ അബ്ദുക്ക അവിടെ ചെറിയൊരു മീറ്റിങ്ങിലാണ്. അവന് ശരിക്കും ഇവിടെ മണാലിയിലൊരു ഹോട്ടൽ, നമ്മുടെ മല്ലു സിംഗിൻ്റെ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, അതിൽ പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആള് വേറെന്തോ ഒരു സീനിൽ കുറച്ച് മീറ്റിങ്ങിലും കാര്യമൊക്കെയാണ്. അവിടെ പുറകെ വരാമെന്നുള്ള സീനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാട്ടാ. ഇവിടുന്ന് ഒരു 8 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അതാണ് പിന്നെ പോസ്റ്റ് അയക്കാനാല് സീനാവും. അതുകൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെ കടുങ്കൈ ചെയ്യുന്നത്. ഗൈസ്, അപ്പൊ നമ്മുടെ അബ്ദുക്ക വന്നിട്ടാ. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയണ്ട. സബ്സ്ക്രൈബേഴ്സിനോട് ഇനി നമ്മൾ പൊളിക്കും. ഇനി അങ്ങോട്ടല്ലേ ഇത് നമ്മുടെ മൻസൂർക്ക് നമ്മുടെ ഉടുപ്പിന്ന് നമ്മള് വീഡിയോ ചെയ്തായിരുന്നു. വീണ്ടും എത്തി. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നൈസായിട്ട് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ അങ്ങോട്ട് ഇറങ്ങണുണ്ട്. അപ്പൊ അബ്ദുക്കയുടെ വണ്ടി കാണിച്ചു തരാന്. അബ്ദുക്ക ഭയങ്കര ബിസിയാണ്, അപ്പൊ നമുക്കൊക്കെ അങ്ങനെ കിട്ടുകയെന്ന് പറയുമ്പോ ഒരു ചെറിയ ഭാഗ്യം ഉണ്ടാ. ഇതാണ് അബ്ദുക്കയുടെ വണ്ടി. ട്രാവൽ വിത്ത് അബ്ദുക്ക യൂട്യൂബ് ചാനലാണ്. എല്ലാവരും കയറി നോക്കുക കേട്ടോ, മാക്സിമം എല്ലാവരും. അപ്പം ഇത് തുറന്ന് കാണിക്കാനുള്ളൊരു ടൈമൊന്നുമില്ല. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ്. തുറന്ന് കാണിക്കാല്ലേ? ഇതേ ഇരിക്കണേ നമ്മുടെ വണ്ടി കേട്ടാ. വാവ്, സ്റ്റോറേജ്. ഇതെന്തൊക്കെയായിരുന്നു? നമ്മുടെ ഗ്യാസ് അല്ലേ? ഓ, സെറ്റ് 2 ഉണ്ടല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? വാഷ് ബേസിന്റെ അടിപൊളി. എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിനേക്കാളും കൂടുതൽ സൗകര്യം ഉണ്ടെന്ന് തോന്നല്ലേ വാഷ് ബേസിനൊക്കെ. അപ്പൊ എന്തായാലും ഇനിയുള്ള ട്രാവലിങ് നമ്മള് അബ്ദുക്കാടെയും മൻസൂർക്കാടെയും കൂടെ ഇരിക്കട്ടെ. വഴിയിൽ വെച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് സംഭവങ്ങൾ ചെയ്യാം. ഓക്കെ, അബ്ദുക്ക തിരക്കല്ലേ നമ്മള്? ഒരുപാട് വരുന്നുണ്ട്. ഒരു 8 മണിക്കൂറോളം കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം റോഡ് അത്ര വലിയൊരു നല്ല റോഡെന്ന് പറയാനൊരു വൈബൊന്നും ഇല്ല ഇവിടെ. റോഡ് ഇവിടെ വലിയ വൈബൊന്നും ഇല്ല കേട്ടാ. അതായത് ടാർ ചെയ്ത റോഡാണെന്നുള്ള മൂടെകള് കംപ്ലീറ്റ് കട്ടറും കാര്യങ്ങളും. അതുകൊണ്ടായിരിക്കണം ഇത്രയും ടൈം കുറഞ്ഞേക്കണത്. പിന്നെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും പുള്ളിയും നിറഞ്ഞാന്നുള്ളൊരു മൂഡ് ഉണ്ടല്ലോ ആദ്യം തന്നെ. അപ്പൊ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങള്. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മളുള്ള ഇവിടെ ബിലാസ്പൂർ എന്ന് പറഞ്ഞിട്ട്, ബിലാസ്പൂർ
മണാലി പോകുന്ന റൂട്ടിൽ തന്നെ ഉണ്ട്. നമുക്കൊരു തെർമൽ വെയർ മേടിക്കാൻ വേണ്ടി കയറിയാണ്. പക്ഷേ കടകളിലൊക്കെ ഇടങ്ങിയ റേറ്റാണ് സാധനത്തിന്. അവിടെയുണ്ട് നമ്മുടെ വൈവര കച്ചവടത്തിലുണ്ട് സാധനം. ഇത് ഈ കിടക്കുന്ന സാധനമാണ്. പക്ഷേ അതിന് പറയുന്നത് ഇവർ പറയുന്നത് 700 രൂപ 800 രൂപയ്ക്കുള്ള റേഞ്ചാണ്. കമ്പനിയാണ്, അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കമ്പനിക്കാണുള്ള വാല്യൂ. പക്ഷെ നമുക്ക് നോർമലി കമ്പനി അല്ലാണ്ട് തന്നെ നോർമൽ സാധനം മതി നമുക്ക്. ഇവിടുത്തെ ചെറിയൊരു ടൗണാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അകത്തോട്ട് വലിയ അടിപൊളി തിരക്കുള്ള കടകളുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഇത് കണ്ടിട്ടില്ല. ക്യാമറ അപ്പൊ ഇവിടെ അകത്തോട്ട് ഇതേപോലെ കുറെ ഷോപ്പുകളുണ്ട് കേട്ടോ. അങ്ങ് കാണുന്നുണ്ട്, അങ്ങ് അറ്റം വരെ കാണുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറിയിട്ട് എന്തായാലും ആ സാധനം അങ്ങോട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ തെർമൽ വെയർ. അപ്പോൾ എന്തായാലും 350 രൂപ പറഞ്ഞത്. ഇതും അതിൻ്റെ താഴത്ത് തരുന്ന സാധനവും കൂടി 300 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ബോലോ. അപ്പോൾ ഇത് ഇതിൻ്റെ തൊട്ടപ്പുറത്തില്ല വേണ്ട. അവതാർ സിംഗ്. അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞാണ്, ബ്ലോഗിങ് ആണോ ചോദിച്ചാണ്. അതേപോലെ തന്നെ ഒരു ഷോപ്പാണ്. ഞങ്ങളിപ്പോൾ എന്തായാലും സാധനം ഈ ഒരു കടയിൽ നിന്ന് എടുക്കട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോൾ നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബറിനെ കൂടി കിട്ടി മണാലിയിൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ അബ്ദുക്ക് നമുക്ക് വേണ്ടി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ലേറ്റസ്റ്റ് വരുക. കുറച്ച് ലേറ്റായി ആളെ നമ്മളോടത്തോളം എത്തിപ്പെടാൻ വേണ്ടി പറഞ്ഞോ അല്ലേ. ഞങ്ങളിപ്പോൾ തെർമൽ വെയറൊക്കെ മേടിച്ചിട്ട് വരുന്ന വൈകായിരുന്നു. എന്തായാലും ഈ ചായയൊക്കെ കുടിച്ച് ഇവിടുന്ന് നേരെ തെറിക്കോട്ടെ ഞങ്ങൾ. ഗൈസ്, അപ്പോൾ പോണ വൈകൊന്ന് ഇറങ്ങി നോക്കിയാണ് അങ്ങോട്ട്. എൻ്റെ പൊന്നുമക്കളെ, ഒരു രക്ഷയില്ലാത്തൊരു ഇത്. നമ്മുടെ അബ്ദുക്കട വണ്ടി വരുന്നത്. വണ്ടി നിർത്തി ഞങ്ങൾ ഇതൊന്നും എടുത്തിട്ട് വരാട്ടാ. അതാരോ ഫ്രണ്ട്സാ? മലയാളീസാ? കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ബിയാസ് റിവർ കിട്ടും. ഓക്കെ, ഞങ്ങൾ വരുന്നത് പിന്നെ വരുന്നത്. അപ്പം എൻ്റെ പൊന്നുമക്കളെ പറഞ്ഞ പോലെ ഒരു രക്ഷയില്ല കേട്ടോ. പച്ച കളർ നല്ല കിഡു സാധനങ്ങൾ. അപ്പോൾ ഇത് റൈഡേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ മലയാളികൾ തന്നെയാണ്. ഒരു ഹായ് പറഞ്ഞേ. ശ്യാമും പിന്നെ പേരെന്തായിരുന്നു? അഞ്ജു. ചാനലിന്റെ പേര് അഞ്ജു ദേവ് ബ്ലോഗ്സ് അല്ലേ? നമ്മുടെ സബാദ് സഭ SABAD SEBA. ഓക്കെ, താങ്ക് യു. അബ്ദുക്കട അമ്മനിക്കാരനെ. ഓക്കെ, താങ്ക് യു. നാട്ടില് പട്ടാമ്പി, എടപ്പാള്. ഓക്കെ, അപ്പോൾ ഒന്നും രണ്ടോ നല്ല കേട്ടോ, ഒരുപാട് മലയാളികളുണ്ട് ഇവിടെ. ഓക്കെ, മാക്സിമം മലയാളികളെ പിടിക്കണം കേട്ടോ മണാലിയിൽ നിന്ന്. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അബ്ദുക്കട വണ്ടി ഇതേ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇതേ പോണ് നമ്മുടെ അബ്ദുക്കട വണ്ടി. അപ്പോൾ മണാലിയിലോട്ട് ഏകദേശം ഒരു 110 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ എത്താൻ ചാൻസ് കുറവാണ്. കാരണം ഇപ്പം തന്നെ രാത്രി ആയിട്ടുണ്ട്. ഒരു 7 മണി കഴിക്കണം. രാത്രി എന്ന് പറഞ്ഞാൽ നട്ടപ്പാതിരൊന്നല്ല, എന്നാലും ഇവിടെ വെച്ച് നോക്കുമ്പോൾ കാരണം കംപ്ലീറ്റ് ഡാർക്കാണ്. ഒരു ലൈറ്റുകൾ മാത്രമേ കാണാനുള്ളൂ. വീടുകളിലൊക്കെ ഇട്ടേക്കുന്ന ലൈറ്റ് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് മാക്സിമം ഇവിടെയൊക്കെ ഒന്ന് സൈഡാവാൻ നോക്കും. അപ്പോൾ അബ്ദുക്കട മൈൻഡ് എന്താണെന്നും കൂടെ അറിയണമല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. ഗൈസ്, അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് കേട്ടോ ഇവിടെ. അതായത് നമ്മുടെ അബ്ദുക്കട വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ അങ്ങോട്ട് അറ്റത്തോട്ട് ഇങ്ങോട്ട് വരുമ്പോഴുള്ള റോഡുകളൊക്കെ ശരിക്കും അബ്ദുക്ക ഞാൻ സൈലന്റ് ആയിട്ട് പറഞ്ഞത് തലയിലും മറ്റേന്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. അതാണ് എല്ലാം പണി ഇനി നടന്നുകൊണ്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന റോഡൊക്കെ ഉണ്ടല്ലോ ശരിയില് കാണിക്കേണ്ട റോഡ് തന്നെയാണ്. പക്ഷെ രാത്രി ആയതുകൊണ്ട് നമുക്കൊരു വൈബ് കിട്ടിയില്ല. ഞാൻ എൻ്റെ മുഖം കാണാൻ വേണ്ടി ഇതിൻ്റെ മുമ്പിലേക്ക് വേണ്ട.
അപ്പോൾ ശരിക്കും നമുക്ക് വീഡിയോയിൽ കാണിക്കേണ്ട റോഡുകളായിരുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. രാത്രിയാണ്, രാത്രി ആയിപ്പോയി. അപ്പം ഇനി എന്തായാലും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ആ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. എൻ്റെ പൊന്ന ടീമോടെ 1 മണിക്കൂർ മിനിമം നിന്നുണ്ടാവും അവിടെ. അപ്പോൾ അത് ഒരു തുരങ്കത്തിലെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോയതിൽ ഏറ്റവും വലിയ തുരങ്കമാണെന്ന് തോന്നണ്ട, കാരണം കുറേ ആയി പോരാൻ തുടങ്ങിയിട്ട്. ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞില്ല. പക്ഷേ അത്യാവശ്യം ലോങ് ഉണ്ട്. അപ്പൊ കുളുവിലേക്കുള്ള റോഡിലേക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ടത്. ഒരുപാടായി ഇപ്പോൾ 2 കിലോമീറ്റർ, എൻ്റെ ഒരു കണക്കിൽ ഏകദേശം 2 കിലോമീറ്റർ പാസ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ഇതിലേക്ക്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തുരങ്കപാത ഈ സഞ്ചരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ 1 മണിക്കൂറോളം, മിനിമം 1 മണിക്കൂറോളം അവിടെ പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ബ്ലോക്കായിട്ട് നടത്ത്. അപ്പോൾ കുളുവിലോട്ട് എത്താൻ വേണ്ടി ഇനി ഏകദേശം ഒരു 10 കിലോമീറ്ററുകളാ. ഞങ്ങളിവിടെ ഒരു പമ്പ് കണ്ടപ്പോൾ നൈസായിട്ട് സൈഡാക്കി. നമ്മുടെ അബ്ദുക്കത് എവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടാ. ഞങ്ങളും വണ്ടിയിൽ ബെഡൊക്കെ സെറ്റ് ചെയ്ത് മച്ചാങ്കരി കിടന്നുറങ്ങി. മുട്ടം തണുപ്പെന്ന് പറഞ്ഞാണ്ടല്ല, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റായേക്കാണ്. അവർ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് തോന്നട്ടാ. അതെന്തായാലും രാവിലെ കാണാം. അബ്ദുക ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയ്ക്ക് ഇനി ഏകദേശം ഒരു 60 കിലോമീറ്ററിൻ്റെ താഴത്തുള്ള കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ മണാലി. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഷമീർ മച്ചാൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഗ്ലൗസ് അയച്ചേക്കണേ ഉണ്ടായി. കയ്യിൻ്റെ അറ്റമൊക്കെ വേദന എടുക്കണമെന്നുള്ള മൂടാണ്. സംഭവം മഞ്ഞ് കാണാൻ വേണ്ടി നല്ല രസമൊക്കെയാണ്, പക്ഷെ അനുഭവിക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്ട. അപ്പോൾ എന്തായാലും എല്ലാവരും ഞങ്ങളുടെ രണ്ടാളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ലവ് യു ഓൾ.